നിരാഹാര സമരം അവസാനിപ്പിച്ച് ചികിത്സയിലായിരുന്ന സോനം വാങ്ചുക് ഇത് ആശുപത്രി വിട്ടിരിക്കുകയാണ്. മേദാന്ത ആശുപത്രിയിൽ നിന്ന് ലഡാക്കിലേക്ക് പോകും വഴി രാജ്ഘട്ടിലെ മഹാത്മാഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ അദ്ദേഹം രാജ്യത്തെ ജനങ്ങളുടെ വിജയമെന്നും സമരം വിജയം കണ്ടു എന്നുമാണ് സോനം വാങ്ചുക് പ്രതികരിച്ചത്. लोग कहते रहे हैं कि ये ऐसे शासन में ऐसे शासक के साथ ये तरीके नहीं चलते हैं. मेरी समझ है कि ये शासक या शासन से ज़्यादा जनमानस जनता के दिल तक संदेश पहुंचाता है. और कोई भी सरकार हो, कोई भी शासन हो, वो जनता की सुनते हैं, चाहे मेरी ना सुने या आंदोलन जो करते हैं उनकी ना भी सुने. तो ये जो उनका तजुर्बा था, एक एक्सपेरिमेंट था, उसे फिर सफल होते देखा मैंने. സോനം വാങ്ചുക്കിനെ സ്വീകരിക്കാൻ കേരളത്തിൽ നിന്നുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരും രാജ്ഘട്ടിലെത്തിയിരുന്നു. YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ, ഏതായാലും അദ്ദേഹം സമരത്തിൽ നിർണായക പങ്ക് വഹിച്ച സോനം വാങ്ചുക് നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. തുടർ നീക്കങ്ങൾ എന്താണ്? തുടർ സമരങ്ങളിലും അദ്ദേഹം സഹകരിക്കുമോ? സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ച് മേദാന്ത ആശുപത്രിയിൽ നിന്ന് വന്ന് ഇപ്പോൾ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി തിരികെ പോയിരിക്കുകയാണ്. സമരം വിജയിച്ചു എന്നാണ് നിലവിൽ സോനം വാങ്ചുക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന് കൂടെ ഭാര്യ ഗീതാഞ്ജലിയുമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണും പോലെ ഇപ്പോൾ സോനം വാങ്ചുക്കിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഡിവൈഎഫ്ഐ നേതാക്കൾ ഇവിടെ എത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്. ഐതിഹാസികമായ സമയത്താണ് ഈ ഡൽഹി നഗരം കേന്ദ്രമായിട്ടുള്ളത്. വലിയ സമയത്ത് പിന്തുണയുമായി കേരളത്തിൽ വന്ന ആളുകളാണ്. ആ സമയത്ത് സമരത്തിന് എപ്പോഴും തീർച്ചയായിട്ടും എന്നാണ് പറയുന്നത്. ഡിവൈഎഫ്ഐയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയ ആളുകളാണ്. ഒപ്പം തന്നെ ഇവിടെ ഇപ്പോൾ സോനം വാങ്ചുക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്ഘട്ടിൽ എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. വലിയ സുരക്ഷ ഇവിടേക്ക് വിന്യസിച്ചിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം എത്താൻ കുറച്ചു നേരം വൈകുകയും ചെയ്ത് ഇപ്പോൾ ലഡാക്കിലേക്ക് തിരികെ പോയിരിക്കുകയാണ്. തൻ്റെ പോരാട്ടം വിജയം കണ്ടുവെന്നാണ് നിലവിൽ സോനം വാങ്ചുക് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അതിൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.